കേരളം കനത്ത മഴയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം പ്രളയം എന്ന് വിളിക്കാവുന്ന തരത്തിലേക്ക് അടിമുടി ദുരിതത്തിലേക്ക് കേരള ജനത മാറിയിരിക്കുന്നു. മഴ പെയ്ത് എല്ലാ റോഡുകളും നിറയുന്നു. എല്ലാ നഗരങ്ങളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മിക്കയിടങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളം ദുരിതത്തിൽ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം നഗരത്തിനകത്ത് വെള്ളക്കെട്ടില്ല. തിരുവനന്തപുരം നഗരത്തിനകത്ത് ഒരു ചാറ്റൽ മഴ പെയ്താൽ മുട്ടോളം വെള്ളം മുങ്ങുന്ന നഗരം എന്തേ മുങ്ങിയില്ല? മാപ്രകൾ ആരെങ്കിലും വാർത്ത കൊടുത്തോ? അവരാരെങ്കിലും ചർച്ച ചെയ്തോ? കഴിഞ്ഞ മഴയത്ത്, അതായത് ജൂണിൽ പെയ്ത മഴയത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഒരു വെള്ളക്കെട്ടുണ്ടായപ്പോൾ ഉടനെ മാപ്രകൾ നമ്മുടെ മേയറെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കിഴക്കേക്കോട്ടയിൽ കണ്ടില്ലേ വെള്ളം പൊങ്ങിയിരിക്കുന്നു, ഏതാണ്ട് കണങ്കാലിന് മുകളിൽ വരെ വെള്ളമുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്തത് ഇവിടെ? ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അതായത് ആദ്യഘട്ട ശുചീകരണം പൂർത്തിയായ സമയമാണ്. ആമയഞ്ചാത്തോട്ടിൽ നിന്ന് ഈ പറയുന്ന വേസ്റ്റ് എല്ലാം വാരിക്കൂട്ടി കൊണ്ടുപോയി കൃത്യമായി നിക്ഷേപിക്കേണ്ടടുത്തിട്ട് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് കാര്യങ്ങൾ ചെയ്തു വരികയായിരുന്നു. അപ്പോഴാണ് മഴ പെയ്തത്. അപ്രതീക്ഷിതമായ മഴയാണ്, മഴയുടെ തുടക്കമാണ്, നല്ല രീതിയിൽ പെയ്തു. ആ സമയത്ത് കിഴക്കേക്കോട്ടയിൽ വെള്ളം കയറി. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? പലയിടങ്ങളിലും പല തോടുകളിൽ നിന്നും ഒഴുകി വരുന്ന, ഇല്ലെങ്കിൽ മറ്റ് നീർച്ചാലുകൾ, ഓടകൾ ഇതിൽ നിന്നെല്ലാം ഒഴുകി വന്ന് വീണ്ടും ആമയഞ്ചാൻ തോട്ടിൽ ഈ പറയുന്ന ചവറെല്ലാം കൂടെ അങ്ങ് നിറഞ്ഞു. രണ്ടാമത് വീണ്ടും കോർപ്പറേഷൻ വൃത്തിയാക്കുക മാത്രമല്ല, ഈ പറയുന്ന ചവറും മാലിന്യവും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി അത് തുടർന്നു കൊണ്ടേയിരുന്നു. ഒരു നിമിഷം പോലും കോർപ്പറേഷൻ അതിനുള്ള മുടക്കം വരുത്തിയില്ല. കൃത്യമായി ഇടപെട്ടു. നിരന്തരമായി മേയർ അതിനുവേണ്ടി ശ്രദ്ധിച്ചു. അങ്ങനെ നിന്ന ഘട്ടത്തിൽ ഓരോരോ ഓടകളായി, ചാലുകളായി മാലിന്യം വഹിച്ചു കൊണ്ടുപോകുന്ന മിക്ക സ്ഥലങ്ങളിലെയും ഓടകളുണ്ടല്ലോ. അതായത് കഴിഞ്ഞ 10-60 വർഷമായിട്ട് ഈ ഓടകളുടെയൊക്കെ ജോലി അതാണ്. വെള്ളം കൊണ്ടുപോവുകയല്ല, മാലിന്യം വഹിച്ചുകൊണ്ട് പോവുകയാണ്. അത്തരത്തിൽ കിടന്ന ഓടകളെല്ലാം തന്നെ ക്ലീൻ ചെയ്തു. PWDയുടെ ഓടകളുണ്ടായിരുന്നു, മറ്റ് പല വകുപ്പുകളുടെയും കീഴിൽ വരുന്ന ഓടകളും ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ വൻതോതിൽ ചവർ നിറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം വീണ്ടും ഒഴുകി യാമയഞ്ചാൻ തോട്ടിൽ തന്നെ വന്നു. അത് വീണ്ടും കോർപ്പറേഷൻ കോരി മാറ്റി. അങ്ങനെ ഇപ്പോൾ മഴ പെയ്തു. ശനിയാഴ്ച തുടങ്ങിയ മഴയാണ്, അതിഗംഭീര മഴയാണ് തിരുവനന്തപുരത്ത്. അത് ഞായറാഴ്ചയായിട്ടും തോർന്നില്ല. എന്നിട്ടോ പിന്നെയും ഇന്നലെ വരെയും ഇടവിട്ടിടവിട്ടൊക്കെ തന്നെ മഴ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് നല്ലൊരു തോതിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ടും തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായില്ല. തമ്പാനൂർ മുങ്ങിയില്ല, കിഴക്കേക്കോട്ട മുങ്ങിയില്ല. എന്തുകൊണ്ടാണ് മുങ്ങാത്തത്? ആ ഇടപെടൽ കൃത്യമായി നടത്തി വന്നതുകൊണ്ടാണ്. അതെന്തേ ഇവിടുത്തെ മാപ്രകൾ ആരും കാണുന്നില്ലേ? കാണാത്തത് കൊണ്ടല്ല, കണ്ടതൊക്കെ തന്നെയാണ്. അവർ മിണ്ടില്ല. കാരണം കോർപ്പറേഷന് പേര് കിട്ടും, VV രാജേഷിന് പേര് കിട്ടും എന്നുള്ളതാണ്. ഓടകൾ നിറഞ്ഞു പൊങ്ങിയില്ല, മാലിന്യം ഒഴുകി നടന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ കുറ്റം പറയാൻ ഒന്നും കിട്ടാത്തത് കൊണ്ട് മാപ്രകൾ ഒരു വക മിണ്ടിയില്ല എന്നുള്ളതാണ്. മേയർ രാജേഷ് എവിടെയാണ്? ഫൊക്കാനോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് US-ലാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വശം കൂടി നോക്കാം. കോർപ്പറേഷനിൽ എന്താണ് ചെയ്തത്? വലിയ വമ്പൻ പദ്ധതികളില്ല, കോടികളുടെ ആസൂത്രണത്തിനുള്ള വകുപ്പില്ല. കോർപ്പറേഷൻ്റെ കയ്യിലുള്ളത് ആകപ്പാടെ 1-2 JCB ആണ്. ആ JCB ഉപയോഗിച്ച്, അത് വാടകയ്ക്ക് എടുത്തത് ഉപയോഗിച്ച് കൃത്യമായി ക്ലീനിങ് നടത്തി അത് കോരി മാറ്റി. മേൽനോട്ടത്തിന് മേയർ വന്നു, ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു. അതത് കൗൺസിലിലെ കൗൺസിലർമാർ, അതത് വാർഡുകളിലെ കൗൺസിലർമാർ കൃത്യമായി ഇടപെട്ടു. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടു. റെയിൽവേക്ക് കത്ത് നൽകുന്നു, ആമയഞ്ചാന്തോട് കടന്നു വരുന്ന റെയിൽവേയുടെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഒരുക്കണം. അതിന് വേണ്ട ഇടപെടൽ നടത്തുന്നു. വ്യാപാരികളോട് പറയുന്നു, നിങ്ങളിവിടെ വേസ്റ്റ് തള്ളരുത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തത്. കോടികളുടെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, AC റോഡ് അറിയാമല്ലോ, റീബിൽഡ് കേരള പദ്ധതി പ്രകാരം നിർമ്മിച്ചതാണ്. 752 കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക സംവിധാനങ്ങളും പരിപാടികളും ഒക്കെ ഉപയോഗിച്ച്, സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് ഈ റോഡിനെ ഉയർത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 പ്രളയത്തിനകത്ത് ഈ റോഡ് പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയി. ഒരു തരത്തിലും അതിലേക്കൂടെ ഗതാഗതം നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയെല്ലാം നിന്ന സ്ഥലത്ത് ഇങ്ങനെ വമ്പൻ പദ്ധതികളിലൂടെ ആ റോഡിനെ ഉയർത്തി ഗംഭീരമാക്കി കൊണ്ടുവന്നു. ഇനി വെള്ളം എന്ത് ചെയ്താലും കയറില്ല എന്ന് ആണയിട്ട് ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ഭരിച്ച മന്ത്രിമാരും ഒക്കെ തന്നെ പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്താ അവസ്ഥ? അതിലേക്കൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. ബസ്, ട്രക്ക് ഒക്കെ പോകും കേട്ടോ, വലിയ വമ്പൻ ട്രക്കുകളൊക്കെ പോകും. ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത, ചെറിയ ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവിടുത്തെ വെള്ളക്കെട്ട് വീണ്ടും രൂപപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ 752 കോടി രൂപ ആരാണ് കൊണ്ടുപോയത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. റോഡ് ഉയർത്തി, വലിയ ഓടകൾ നിർമ്മിച്ചു, എന്നിട്ടും കിഴക്കൻ വെള്ളം വന്നപ്പോൾ വീണ്ടും പ്രശ്നമായി എന്നാണ് പറയുന്നത്.
കിഴക്കൻ വെള്ളത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വമ്പൻ ഓടകളൊക്കെ നിർമ്മിച്ചത്. ഒഴുകി പോകാനായിട്ട് വലിയ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും ഒക്കെ. അപ്പോൾ എവിടെയോ പാളിയിട്ടുണ്ട്, നേരെയല്ല ചെയ്തിരിക്കുന്നത്. അഴിമതിയുണ്ടോ അതോ ഫണ്ട് അടിച്ചു മാറ്റിയോ? ഈ 752 കോടി രൂപയും ചെലവാക്കിയോ അത് ആരുടെയെങ്കിലും പോക്കറ്റിലും വായിലും ഒക്കെ പോയോ? അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കാണാനായിട്ട് ഇവിടുത്തെ മാപ്രകൾക്ക് കണ്ണുണ്ടോ? അവർ എ സി റോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറഞ്ഞില്ല എന്ന് പറയുന്നില്ല. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം നഗരത്തിനകത്ത് വെള്ളം പൊങ്ങാത്തതിനെ പറ്റിയിട്ട് അവർ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് മാപ്രകളെ പറയാത്തത്? മാപ്രകൾക്ക് കൃത്യമായ താല്പര്യമുണ്ട്, മാപ്രകൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് BJPക്ക് അനുകൂലമാകരുത്, മേയർക്ക് അനുകൂലമാകരുത്. അത് അന്തം കമ്മികൾക്ക് വേണ്ടിയിട്ട് സദാ കുരച്ചുകൊണ്ടിരിക്കുന്ന വായകളാണ്. ആ വായകൾ അവർ ഉയർത്തിപ്പിടിച്ച് കുരച്ചുകൊണ്ടേയിരിക്കും. ആർക്ക് വേണ്ടിയിട്ട്? അന്തം കമ്മികൾക്കും കൊങ്ങികൾക്കും വേണ്ടിയിട്ട് നിരന്തരമായി ഈ മാപ്രകൾ കുരയ്ക്കും. അത് അവരുടെ ജോലിയാണ്. ഈ പറയുന്ന മാപ്രകളുടെ ഇടയിൽ തന്നെ ഈ കുരയ്ക്കാനുള്ള പേരിട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടല്ലോ, അത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ശരി തന്നെ ഈ മാപ്രകൾ ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും. അന്തം കമ്മികളൊക്കെ കാണുന്നുണ്ടോ? കുറേ കാലം തിരുവനന്തപുരത്ത് ഈ പറയുന്ന നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയൊന്നും മഴ പെയ്താൽ നീങ്ങാൻ കഴിയില്ലായിരുന്നു. ആമയഞ്ചാൻ തോട്ടിലെ വെള്ളം പൊങ്ങി നിറഞ്ഞ് കവിഞ്ഞ് അതിങ്ങനെ പരന്ന് കിടക്കും. ആ കറുത്ത മലിനജലമുണ്ടല്ലോ, അത് മഴവെള്ളത്തോടൊപ്പം അതിലൂടെ ഇങ്ങനെ ചവറും ഈ വേസ്റ്റും എല്ലാം ഇങ്ങനെ ഒഴുകി നടക്കും. ദുർഗന്ധം കാരണം നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ എന്താ തിരുവനന്തപുരത്തിന് മാറ്റം വന്നത്? കൃത്യമായ ഇച്ഛാശക്തി. ഈ പറയുന്ന 752 കോടി രൂപ AC റോഡിന് വേണ്ടി ചെലവഴിച്ചല്ലോ, ആ തിരുവനന്തപുരം നഗരത്തിന് കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ അത് സ്വർഗമാക്കി മാറ്റിയത്. ഒരു മഴയത്ത് ഒരു വൃത്തികേടും ആ നഗരത്തിൽ ഉണ്ടാവാത്ത രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇച്ഛാശക്തിയോടുകൂടി മേയറും സംഘവും പ്രവർത്തിച്ചേനെ. അതിനുള്ള ആർജവമുള്ള ഒരു ഭരണ സംവിധാനം വരേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ കൊങ്ങികളും കമ്പികളും ഒക്കെ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ടൺ കണക്കിന് ചവർ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ വീണ്ടും ചവർ അവിടെ തന്നെ കൊണ്ടിടുന്ന ചില കൃത്രിമ പണിയുണ്ടല്ലോ, ചില കുഴിത്തുരുമ്പ് പണികളൊക്കെ ചെയ്ത അന്തം കമ്പികൾ അവിടെ ഉണ്ട്. അവസാനം നാട്ടുകാർ കൈയോടെ പൊക്കി, ഉദ്യോഗസ്ഥർ കൈയോടെ പൊക്കി ചവർ കൊണ്ടിട്ടവനെ. അമയഞ്ചാൻ തോട്ടിലും പരിസര പ്രദേശത്തും ഒക്കെ ചവർ കൊണ്ടിട്ട അന്തം കമ്മിയെ കയ്യോടെ നാട്ടുകാർ പൊക്കി. തമിഴ്നാട്ടിലേക്ക് മുങ്ങാൻ ശ്രമിച്ചവനെ നാട്ടുകാരെല്ലാം കൂടെ പിടികൂടി. ഇതൊക്കെ വാർത്തയിൽ വന്നതാണ്. പക്ഷേ ആ വാർത്തകളൊന്നും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടുത്തെ അന്തം കമ്മികളായിട്ടുള്ള മാപ്രകൾ തയ്യാറാവില്ല എന്നുള്ളതാണ്. മാപ്രകളുടെ ലക്ഷ്യം എപ്പോഴും ഈ പറയുന്ന അന്തം കമ്പികൾക്കും കൊങ്ങകൾക്കും ഒക്കെ വേണ്ടിയിട്ട് പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കൊക്കിനെ വളർത്തുന്ന ഒരു നേതാവുണ്ടല്ലോ, ആ നേതാവും ഇതിനെ പറ്റിയിട്ടൊന്നും അറിഞ്ഞ ലക്ഷണമൊന്നുമില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ വെളി മിണ്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ശിവൻകുട്ടി സഖാവിൻ്റെ യഥാർത്ഥ ഗുണം എല്ലാവർക്കും കൃത്യമായിട്ട് നിയമസഭയിലും പണ്ട് ചെങ്കച്ചൂളയിൽ നിന്ന് പ്രസംഗിച്ചപ്പോഴുമൊക്കെ നാട്ടുകാർ കണ്ടതാണ്. ആ ഗുണം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എവിടെ എങ്ങനെ അലമ്പുണ്ടാക്കാം, എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ ഭരണപ്രവർത്തനം നടത്താനോ കഴിവുള്ള ഒരാളല്ല എന്നുള്ളതാണ്. 9,000 9,000 തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവുപോലുമില്ല. പോട്ടെ, അതൊക്കെ ഇനി പറയേണ്ടതുണ്ടോ? ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ വെള്ളം പൊങ്ങിയിട്ടില്ല, ഒന്ന് വന്ന് കണ്ടേക്ക് സഖാക്കളെ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമോ എന്നറിയില്ല. നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ, വകതിരിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഗതികേടിലേക്ക് പോകില്ലായിരുന്നല്ലോ. അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും മാപ്രകൾക്ക് കാണാൻ കണ്ണില്ല എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ, നഗരസഭയിൽ, ആ കൃത്യമായ നഗരപ്രദേശത്ത് എവിടെയും തന്നെ വെള്ളം പൊങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നഗരം തമ്പാനൂരും കിഴക്കേക്കോട്ടയും ഒക്കെ സുഗമമായിട്ട് ഈ കുത്തൊലിച്ച് പെയ്യുന്ന മഴയിലും വെള്ളക്കെട്ടില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ നഗരസഭയ്ക്ക് ജനങ്ങളോട് പറയാൻ കഴിയുന്ന, അവരുടെ മുന്നിലേക്ക് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ചോദ്യം ചോദിച്ച മേയറെ ഫോണിൽ വിളിച്ച് ചോദ്യം ചോദിച്ച് കുരച്ച മാപ്രകളുണ്ടല്ലോ, അവർക്കിപ്പോൾ മറുപടി ഉണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരത് കാണുന്നുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. മാപ്രകൾ വിലയിരുത്താൻ വരണ്ട, ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അവർക്ക് കൃത്യമായി കാര്യം മനസ്സിലാകുന്നുമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.